നവ്യ വഴി ദേവയാനി സത്യങ്ങളെല്ലാം അറിയുകയാണ്. കുറ്റബോധം കൊണ്ട് ദേവയാനി വിങ്ങിപ്പൊട്ടുകയായിരിക്കും. ഈ സമയത്ത് റൂമിലോട്ട് ആദർശ് വരുന്നുണ്ട്. ദേവയാനി കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയ്ക്ക് എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ? വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. എന്നെ കീറി മുറിച്ചപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുണ്ടായിരുന്നുള്ളൂ. എന്നാ ഇപ്പൊ അങ്ങനെയല്ല, എന്റെ മനസ്സിനാ വേദന. നീയോ അച്ഛനും എന്തിനാ എന്നിൽ നിന്ന് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത്? നയനമോളാണ് എനിക്ക് ലിവർ തന്നത് എന്ന് എന്താ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാതിരുന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആദർശാകെ ഞെട്ടുന്നുണ്ട്. അത് പിന്നെ അമ്മേ, അമ്മ എങ്ങനെ അറിഞ്ഞേ? അതെല്ലാം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ കേട്ടത് സത്യമാണോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതമ്മേ, അമ്മ അറിഞ്ഞതെല്ലാം സത്യ. നയന അമ്മയ്ക്ക് ബ്ലഡ് തന്നതും അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ലിവർ പകുതി തന്നതും ഒക്കെ നയന തന്നെയാ. എന്നിട്ട് ഇത്ര നാളായിട്ടും നീ എന്താടാ ഒന്നും എൻ്റെ അടുത്ത് പറയാതിരുന്നത്? നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ മറച്ചു വെച്ച ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? അത് പിന്നെ അമ്മേ, അമ്മ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയാത്ത കാരണ അമ്മയുടെ അടുത്ത് ഒന്നും പറയാതിരുന്നത്. അച്ഛനും ഞാനും എടുത്ത തീരുമാന അമ്മയൊന്നും അറിയിക്കേണ്ട എന്ന്. അതിന് കാരണം ഉണ്ടായിരുന്നു. അവളാണ് അമ്മയ്ക്ക് ബ്ലഡ് തരുന്നതെന്നും അതുപോലെ ലിവർ തരുന്നതെന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് സ്വീകരിച്ചില്ലെങ്കിലോ അവരുടെ ജീവന് വല്ലതും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് എടുത്ത തീരുമാനം അമ്മ ഇത്. അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറയാതിരുന്നതിന്. മോനെ ആദർശേ, ആ സമയത്ത് എൻ്റെ അടുത്ത് ദേവയാനിയും ജലജയും ഒക്കെ വന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അവള് ബ്ലഡ് തരാനൊന്നും സമ്മതിച്ചില്ല എന്നൊക്കെയാ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതോർത്താ ഞാൻ അങ്ങനെയൊക്കെ അവളോട് പെരുമാറിയത്. അപ്പച്ചിയുടെ കാര്യമൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. ഉള്ളത് കൂടെ കുറച്ചും കൂടെ കൂട്ടിയേ പറയൂ. അമ്മ ഇപ്പൊ ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നയന കാരണ. നയനയുടെ നല്ല മനസ്സുകൊണ്ടാ അമ്മ ഇപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. നയനയുടെ മനസ്സ് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. എന്നാ അവളെപ്പോഴും പറയുമായിരുന്നു ഒരു കാലത്ത് അമ്മ എല്ലാം തിരിച്ചറിയൂ എന്ന്. അതുപോലെ ഇപ്പൊ അമ്മ അവളെ മനസ്സിലാക്കിയല്ലോ. മോനെ ആദർശേ, ഞാൻ എങ്ങനെയാ അവളോട് നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല. അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, നിന്നെയും. എന്നാ ഇപ്പൊ ഞാൻ അതിനൊക്കെ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണണം. അവളെ കണ്ട് അവളോട് എനിക്ക് മാപ്പ് പറയണം. ആദർശേ, അമ്മേ, ഈ ഒരു അവസ്ഥയില് അമ്മ ഇപ്പൊ അവളെ കാണാൻ പോണ്ട. അവൾ ഇങ്ങോട്ട് വരും, അപ്പൊ അമ്മ കണ്ടാ മതി. പറ്റില്ല ആദർശേ, എനിക്ക് അവളെ കാണണം. സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത കാര്യ അവൾ എനിക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒന്ന് നേരിട്ട് കാണണം. ആദർശേ, നിനക്ക് എന്നെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് ദേവിയാനി റൂമിൽ നിന്ന് ഇറങ്ങാണ്. അമ്മ അവിടെ നിൽക്ക്, ഞാൻ കൂടെ വരാമെന്നും പറഞ്ഞ് ആദർശം കൂടെ പോവാണ്. ഈ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മ എങ്ങോട്ടാ ഈ റൂമിൽ നിന്ന് എണീറ്റ് ഓടുന്നേ? വല്യമ്മയ്ക്ക് ഇപ്പൊ വേണ്ടതേ റെസ്റ്റാ. വല്യമ്മ റൂമിൽ പോയിരുന്നേ. ഇതുവരെ ഇല്ലാത്ത സ്നേഹമൊന്നും നിനക്കിനി എന്നോട് വേണ്ട. എന്താ വല്യമ്മേ? അല്ല, 2-3 ദിവസമായല്ലോ നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്. വല്യമ്മേ, എനിക്ക് നല്ല തലവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല റെസ്റ്റ് എടുക്കുമായിരുന്നു. അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആരൊക്കെയാ എന്റെ മുൻപില് അഭിനയിക്കുന്നതെന്നും ആരൊക്കെ എന്നെ സ്നേഹിക്കുന്നതെന്നും എല്ലാം എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. അതുകൊണ്ടേ ഞാന് നായിനയെ വിളിക്കാനായിട്ട് അവളെ വീട്ടിലോട്ട് പോവാ. എന്തിനാ വല്യമ്മേ അവളെ ഇങ്ങോട്ട് വിളിക്കുന്നേ? വല്യമ്മയ്ക്കാണെങ്കിൽ അവളെ കാണുന്നത് തീരെ ഇഷ്ടമല്ലല്ലോ. പിന്നെ എന്തിനാ വല്യമ്മ അവളെ പോയി വിളിക്കുന്നേ? നയന എന്റെ ആദർശിന്റെ ഭാര്യയാ. അവള് താമസിക്കേണ്ടതേ ഈ അനന്തപുരിയിലാ, അല്ലാതെ അവളുടെ വീട്ടിലല്ല. അതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാം. വല്യമ്മ ഈ ഒരു അവസ്ഥയില് അങ്ങോട്ടൊന്നും ട്രാവൽ ചെയ്യണ്ട. എന്തിനാ അവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. എനിക്കേ ഇപ്പൊ ഒരു കുഴപ്പമില്ല. നയനയെ കണ്ട് എനിക്ക് നേരിട്ട് സംസാരിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഇത് കേട്ട് നവ്യയും അതുപോലെ ജാനകിയും ഒക്കെ അങ്ങോട്ട് വരികയാണ്. അല്ല, ഏട്ടത്തി എങ്ങോട്ടായി പോകുന്നേ? ഏട്ടത്തി ഇങ്ങനെ ഓടി നടക്കാനൊന്നും പറ്റില്ല. ഏട്ടത്തിക്ക് വേണ്ടതേ നല്ല റെസ്റ്റാ. അത് തന്നെയാണ് അമ്മേ ഞാനും പറയുന്നത്. വല്യമ്മയുടെ അടുത്ത് റൂമിൽ പോയി കിടക്കാനായിട്ട്. വല്യമ്മയാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ട് നയനയെ കൊണ്ടുവരാനായിട്ട് പോവാ. നയനയെ കൊണ്ടുവരാനായിട്ടോ? ഏട്ടത്തി വല്ല ഭ്രാന്ത് പിടിച്ചോ? ആ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു. നിങ്ങളെല്ലാവരും കൂടി ചേർന്നാ എന്നെ ഇങ്ങനെ ഒരു ഭ്രാന്തിയാക്കിയത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. എന്നാ നിങ്ങളൊക്കെ കൂടി തന്നെയാ എന്നെ ഇങ്ങനെ ആക്കിയത്. അല്ല ഏട്ടത്തി, ഏട്ടത്തി എന്തൊക്കെയാ ഈ പിച്ചും വഴിയും പറയുന്നേ? ആദർശേ, അമ്മയും കൊണ്ട് റൂമിലോട്ട് പോ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളൊന്നും എന്നെ കയറി ഭരിക്കണ്ട. ഞാനൊരു ഭാഗത്ത് ചുരുണ്ടുകൂടി കിടക്കുകയാണെന്ന് കരുതിയിട്ടേ ആരും ഇവിടുത്തെ ഭരണമൊന്നും ഏറ്റെടുക്കണ്ട. എനിക്കറിയാം ഏതാ ശരി ഏതാ തെറ്റ്. ഇതുവരെ എന്റെ കണ്ണിനെ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടേ എനിക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. ആദർശേ, നീ വണ്ടി എടുക്ക് എന്നും പറഞ്ഞ് ദേവയാനി വണ്ടിയിൽ കയറുന്നുണ്ട്. ദേവയാനിയുടെ സംസാരം കേട്ട് ജലജയൊക്കെ ആകെ ഞെട്ടി നിൽക്കുമായിരിക്കും. ജലജ ജാനകിയോടും അനാമികയോടും പറയുന്നുണ്ട്, എന്താ ഇപ്പൊ ഇവിടെ നടന്നേ? എന്ത് പറ്റി? ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.
ഇനിയിപ്പോ ആ നയന എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. അവൾ ഇങ്ങോട്ട് വന്നാ അവൾക്ക് ഞാൻ നല്ലൊരു പണി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. എന്നാ നവ്യക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാണ്. ഇനി അമ്മായി എല്ലാം അറിഞ്ഞിട്ടാണോ നയനയെ കാണാനായിട്ട് പോകുന്നേ എന്നൊക്കെ നവ്യക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ദേവയാനിയും ആദർശം കൂടെ നയനയുടെ വീട്ടിലെത്താണ്. എന്നാ അച്ഛൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. ആദർശ് മാത്രമായിരിക്കും എന്നാണ് അച്ഛൻ കരുതുന്നത്. ആ മോളെ നന്ദു, ആദർശ് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ആദർശ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നീടായിട്ട് ദേവയാനി ഇറങ്ങുമ്പോൾ ഒന്ന് ഞെട്ടുവാണ്. നന്ദു ആണെങ്കിൽ പേടിച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഇനി എന്തിന്റെ പുറപ്പാടാണോ എന്നൊക്കെയാണ് നന്ദു കരുതുന്നത്. അങ്ങനെ ആദർശും ദേവയാനിയും ഉള്ളിലോട്ട് കയറുകയാണ്. അല്ല ആദർശേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഗോവിന്ദ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നയനയുടെ എനിക്ക് നയനയെ ഒന്ന് കാണണം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദുവും അച്ഛനും നോക്കാണ്. അത് പിന്നെ വേണ്ട, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ഒരു സമാധാനമാവാണ്. അങ്ങനെ ദേവയാനി ഉള്ളിലോട്ട് കയറുന്നുണ്ട്. നയനയാണെങ്കിൽ ആള് ഓക്കെ ആയിട്ട് വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. ആദ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നയനയ്ക്കുണ്ടായിരുന്നല്ലോ. നയനയും അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുമായിരിക്കും. ഇങ്ങനെ ദേവയാനിയുടെ കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. ഇത് കേട്ട് ദേവയാനി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കനക പേടിക്കുകയാണ്. പേടിച്ചെഴുന്നേൽക്കുന്നുണ്ട്. എന്നാ നയന നോക്കുന്ന സമയത്ത് അമ്മയായിരിക്കും. പെട്ടെന്ന് തന്നെ നയന എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ഓടി വന്ന് ദേവയാനി പറയുന്നുണ്ട്, വേണ്ട മോളെ, നീ എഴുന്നേറ്റ് നിൽക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാ. ഇത് കേട്ട് നയന ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് അമ്മ തന്നെയാണോ എന്നോട് സംസാരിക്കുന്നതെന്നാണ് നയന ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കനകയും അത് തന്നെയാണ് ഓർക്കുന്നത്. ഈ സമയത്ത് നന്ദുവിന്റെ മുഖത്തോട്ട് കനക നോക്കാണ്. അപ്പോ നന്ദുവും ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ട്. നയന ചോദിക്കുന്നത്, അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് വേദനയുണ്ടോ എന്നൊക്കെ നയന ചോദിക്കാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നീ കാരണമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആദർശിന്റെ മുഖത്തോട്ട് നയന നോക്കുന്നുണ്ട്. ആദർശ് തല ഇങ്ങനെ ആട്ടാണ്. അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി മോളെ. എന്തായാലും നിന്നോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇപ്പം ആ ദേഷ്യമൊക്കെ അലിഞ്ഞു പോയി മോളെ. നീ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം ഓർക്കുമ്പോൾ ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? എന്നാലും എനിക്ക് ചെറിയ പരിഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞില്ലല്ലോ ആരും. ഞാൻ അറിഞ്ഞത് തന്നെ നവ്യ നിന്നോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാ. എന്നാ നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മ ഇതുപോലെ എന്നോട് ചിരിച്ചിട്ട് ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അമ്മേ. ആദർശിന് കുറച്ച് വയ്യായ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ തന്നെയാ ഇനി എനിക്കൊരു കുഞ്ഞു വേണ്ട എന്ന് തീരുമാനിച്ചത്. ജയേട്ടനൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞു വേണമെന്ന്. ആ സമയത്ത് ഞാൻ തന്നെയാ പറഞ്ഞത്, ഇനി ഒരു കുഞ്ഞും കൂടെ വന്നാൽ എനിക്ക് എൻ്റെ ആദർശ് മോനെ നേരെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വേണ്ടാന്ന് വെച്ചതേ ഞാനാ. എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞ് വേണം. ആ പെൺകുഞ്ഞിനെ അണിയിച്ചൊരുക്കി നല്ല പുതുപുത്തൻ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഇങ്ങനെ നടത്താനൊക്കെ എനിക്കൊരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ആദർശിനെ ഓർത്തിട്ടാ ഞാനിതൊക്കെ മാറ്റി വെച്ചത്. എന്നാ ഇന്നെനിക്ക് എന്നെ ഇത്ര സ്നേഹിക്കുന്ന ഒരു മോളെ കിട്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷവതിയാ. ഇനി ഞാൻ എൻ്റെ ആദർശിൻ്റെ ഭാര്യയായിട്ടല്ല, എൻ്റെ സ്വന്തം മോളെ പോലെയാ നിന്നെ നോക്കാൻ പോകുന്നത്. കനകെ, മോളെ ഞാൻ കൊണ്ടുപോട്ടെ അനന്തപുരിയിലോട്ട്? എന്ത് ചോദ്യ ചേച്ചി, ചേച്ചിക്ക് കൊണ്ടുപോവാലോ. ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം ചേച്ചിയുടെ മോളായിട്ട് ചേച്ചി വീട്ടിലോട്ട് കൊണ്ടുപോക്കോ എന്ന് കനകയും പറയാണ്. ഒരുപാട് സന്തോഷത്തിലായിരിക്കും നയനയും നന്ദുവും കനകയും ഗോവിന്ദനും ഒക്കെ. ആദർശിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മയുടെ ഈ മാറ്റം കണ്ട് ആദർശനാണ് കൂടുതൽ സന്തോഷമാവുന്നത്.